അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 46-ാം പേജ്. ഇന്നലത്തെ ബാക്കി ബഖിയ്യത്ത്. വഖീല, ഇനി പറയപ്പെട്ടു, ഇൻകാനൽ ഹംലു മിനൽ വത്തൈ. അപ്പം മുമ്പ് എന്ത് പറഞ്ഞു? ഒരു പെണ്ണിനക്ക് ഒരേ ഷഖ്സിൻ്റെ രണ്ട് ഇദ്ദ, ഒരേ ജിൻസിൽപ്പെട്ട ഇദ്ദയാണ്, രണ്ടും ഖുർആനാണ്, രണ്ടും ഷെഹറാണ്. അങ്ങനത്തെ ഇദ്ദകൾ വന്നാൽ അവിടെ തദാഖുലാകുമെന്ന് പറഞ്ഞു. നേരത്തുള്ളതിൻ്റെ ബഖിയത്ത് ഈ രണ്ടാമത്തെ ഇദ്ദയിലങ്ങ് കടക്കും. രണ്ടാമത്തെ ഇദ്ദ പൂർത്തിയാക്കിയാൽ മതി, മറ്റോട് രണ്ടും ഒന്നിച്ച് കഴിയുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഫൈൻ കാനത്ത് ഇഹ്ദാഹുമാ ഹംലൻ വൽ ഉഖ്റ അഖ്റാൻ. ഇനി ഒരേ ജിൻസിൽപ്പെട്ടതല്ല, മറിച്ച് രണ്ട് ഇദ്ദയിൽപ്പെട്ട ഒന്ന് ഹംലും മറ്റേത് ഖുറുവാണ് എങ്കിൽ അവിടെ തദാഖലത്ത, ആടെ ഖുറ് ഹംല് കടക്കും. പക്ഷേ ഖിലാഫുണ്ട്, അസ്ഹ് പ്രകാരമാണ് കിടക്കുക. അപ്പോൾ പ്രകാരം ഇപ്പോൾ തങ്കലിയാനിബി വലുഹി, ആ രണ്ട് ഇദ്ദയും പ്രസവിക്കലോടുകൂടി തീരുന്നു. മിറാജ് കബലു പ്രസവിക്കുന്നതിന് മുമ്പ് അവനക്ക് മടക്കിയെടുക്കാമെന്ന്. എൻ്റെ വാക്യാനി വഖീല, ഇനി പറയപ്പെട്ടു ഇൻകാനൽ ഹംലു മിനൽ വത്തി. ഇവൾക്ക് ഗർഭം ധരിച്ചത് മിനൽ വത്തി, അത് ശുഭത്തിൻ്റെ വത്ത് ഉണ്ടായല്ലോ, പിന്നെ ഇദ്ദിരിക്കുമ്പോൾ ആ വത്തിനെ തുടർന്നാണ് ഹംലുണ്ടായതെങ്കിൽ ഫലാ യുറാജിഹു, ഭർത്താവിന് മടക്കിയെടുക്കാൻ പറ്റൂല. സമാനു ഹംലുള്ള സമയത്തൊന്നും മടക്കിയെടുക്കാൻ പറ്റൂല. എന്താ പറ്റാന്നറിയാൻ കാരണം ബിനാൻ എടുത്തിട്ട് ലംഘിത്തായി ഇദ്ദത്തി തലാക്കി, തലാഖിൻ്റെ ഇദ്ദ കട്ടായി മുറിഞ്ഞു എന്നും, സുക്കൂത്തിഹ, തലാഖിൻ്റെ ഇദ്ദ സാക്കിത്തായി എന്നും, ബിൽവത്തി, വത്ത് നടക്കലോട് സാക്കിത്തായി. അപ്പോൾ ഇദ്ദലെല്ലാം മടക്കിയെടുക്കാൻ പറ്റും, ഇവിടെ ഇദ്ദ സാക്കിത്തായതുകൊണ്ട് മടക്കിയെടുക്കാൻ പറ്റൂല എന്ന് ഖീല. അപ്പം മുക്കാബിലുൽ അസ്ഹി, എന്നാലും നമ്മൾ പറഞ്ഞല്ലോ തദാഖലത്താഫിൽ അസ്ഹീന്ന്. അപ്പോൾ രണ്ടും ജിൻസ് മാറി, അഥവാ ഒന്ന് ഹംലും മറ്റേത് ഖുറുവാണെങ്കിൽ അസ്ഹ് പ്രകാരമായിരുന്നു ഖുറ് ഹംല് കടക്കുമെന്ന് പറഞ്ഞത്. അവിടുത്തെ അസ്ഹിൻ്റെ മുക്കാബിലയാകുന്നത് അന്നഹുമ, നിശ്ചയമായിട്ടും ഈ രണ്ട് ഇദ്ദയും, അഥവാ ഒന്ന് ഖുറയിൻ്റെ ഇദ്ദ, മറ്റൊന്ന് ഹംലിൻ്റെ ഇദ്ദ, ഇത് രണ്ടും തദാഖലാനി, ഒന്ന് മറ്റൊന്ന് കടക്കൂല എന്നാ. എന്താ കടക്കൂല അറിയാൻ കാരണം ഇഖ്തിലാഫി ജിൻസി, രണ്ടിനും ജിൻസ് വ്യത്യാസമായി, ഒന്ന് ഖുർആനാണ് പിന്നൊന്ന് ഹംലാണ്. അതുകൊണ്ട് വയലാഹാദ, ഈ അസുവിൻ്റെ മുക്കാബില, ഒന്ന് മറ്റൊന്ന് കടക്കൂല എന്നുള്ളത് പ്രകാരം ഇൻകാനിൽ ഹംലു, അവൾ ഗർഭിണിയായതാണെങ്കിൽ ഇദ്ദത്തി തലാഖി, തലാഖിൻ്റെ ഇദ്ദക്കാണ്. തലാഖെല്ലാം ചെല്ലുമ്പോണ്ടായ ഹംലാണ്, റിലേഷൻ്റെ ഹംലാണ് എങ്കിൽ എഴുത്തദ്ദത്ത്, അവൾ ഇദ്ദിരിക്കണം. പഹദ വലീഹി, ആ തലാഖിൻ്റെ ഇദ്ദക്കുള്ള ഹംലിനെ പറ്റിയതിന് ശേഷം ഇദ്ദിരിക്കണം. ബിൽ അഖ്റായി, കുറുകളെ കൊണ്ട് ഇദ്ദിരിക്കണം. വലഹു, ഭർത്താവിനൊക്കെ ഉണ്ടാവുകയും ചെയ്യും. റജത്തു, ഓളെ ഭാര്യ പദവിയിലേക്ക് മടക്കിയെടുക്കാൻ പറ്റും. കവലവ്, പ്രസവിക്കുന്നതിന് മുമ്പൊക്കെ മടക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതിപ്പോൾ ഇപ്പോൾ ഹംല് ഇദ്ദത്ത് തലാഖിലാണെങ്കിൽ അവന് യുദ്ധത്തിൽ വത്തി, അല്ലെങ്കിൽ അവളെ ഹംല് വത്തുവിൻ്റെ യുദ്ധക്കാണ് വെച്ചാൽ തലാഖ് ചെല്ലിയ സമയത്ത് ഹംലുണ്ടായതില്ല, പിന്നെ വത്ത് ചെയ്ത് തുടർന്നാണ് ഹംലുണ്ടായതെങ്കിൽ അത്തമ്മത്ത്, അവൾ പൂർത്തിയാക്കണം. ബാധ വധുഹി, ഈ വത്തുവിൻ്റെ യുദ്ധൻ്റെ ആണല്ലോ ഹംല്, അതിനെ പറ്റിയതിന് ശേഷം പൂർത്തിയാക്കണം. മക്കയത്തെ യുദ്ധത്തിൽ തലാഖി, തലാഖിൻ്റെ യുദ്ധം ബാക്കിയുള്ളതിനെ പൂർത്തിയാക്കണം. പലഹു, ഭർത്താവിനൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ റജത്തുവളെ ഭാര്യ പദവിയിലേക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഫി തിൽക്കൽ വഖിയത്തി, ആ തലാഖിൻ്റെ യുദ്ധം എന്നുള്ള ബാക്കിയുള്ള സമയത്ത് മടക്കിയെടുക്കാം. പക്കത, അങ്ങനെ ഇതിപ്പോൾ പ്രസവിച്ചതിന് ശേഷമാണല്ലോ. അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ഈ വക്കീയത്തിൽ മടക്കിയെടുക്കാൻ പറ്റുന്ന മാതിരി തന്നെ കവൽ വന്ന് ഈ പ്രസവിക്കുന്നതിന് മുമ്പും മടക്കിയെടുക്കാം. എന്താ മുമ്പ് മടക്കിയെടുക്കാൻ അറിയാൻ കാരണം കാരണം ഇവിടെ ഈ പെണ്ണ് ദുഃഖമ്മിൽ അവൾ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ യുദ്ധത്തിലാക്കി തലാഖിൻ്റെ യുദ്ധനെ പൂർത്തിയാക്കാൻ പ്രസവിച്ചതിന് ശേഷം ചെയ്യേണ്ട. അതുകൊണ്ട് ആ യുദ്ധം ചെയ്യുന്ന മുമ്പൊക്കെ മടക്കിയെടുക്കുന്ന നോക്കുമ്പോൾ പ്രസവിക്കുന്നതിന് മുമ്പ് മടക്കിയെടുക്കാം. വക്കീല പറയപ്പെട്ടില്ല, ഇല്ലല്ല, പ്രസവിക്കുന്നതിന് മുമ്പ് മടക്കിയെടുക്കാൻ പറ്റൂല എന്ന്. ആ കീലക്കാരൻ ഞാൻ എന്താ എന്നഹ, കാരണം ഈ പെണ്ണ്, ഈ ഭാര്യ ഫീ യുദ്ധത്തി സുബുഹത്തി, അവൾ സുബുഹത്തിൻ്റെ യുദ്ധയിലാണ്. തലാഖില്ലിന് ശേഷം ഇവിടെ 10 നടന്നിക്കണല്ലോ, അതിൻ്റെ യുദ്ധയിലാണുള്ളത്. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഏത് പ്രകാരമാണ് പറയണത്? കടക്കും. തദാഖലത്ത ഫിൽ അസ്ഹി, മുക്കാവില്ലാത്ത
കടക്കൂല എന്നുള്ള അപ്പോൾ മുക്കാബിൽ അസഹ് പ്രകാരം ഇതിനെ പറഞ്ഞത് അപ്പോൾ മുക്കാബിൽ അസഹി അന്നഹുമാല തത്തദാഖലാനി രണ്ടും കടക്കൂല എന്ന് അത് പ്രകാരം അതിനെ പറഞ്ഞത്. ഇനി അമ്മ ഇതാ കുന്ന ഇനി നമ്മൾ പറഞ്ഞു ബില്ല അസുഹി അസഹ് പ്രകാരം അസഹ് എന്തായിരുന്നു? അവ ഇൻഖിലാവുൽ ഇദ്ദ തീരും ബിൽ അഖറായി കുറുകളെ കൊണ്ട് ഇദ്ദ തീരുമായ വജൂദിൽ ഹംലുള്ളതോടുകൂടി ഗർഭമുള്ള സമയത്ത് തന്നെ 3 കുറുകൾക്കുണ്ടായാലും ഹമിക്ക് ഗർഭിണിക്ക് രക്തത്തിനെ കാണുന്നുണ്ടുള്ളൂ. അങ്ങനെ അത് ഹൈലാവുന്നൊക്കെ ഉള്ള കൗര് പിടിക്കുമ്പോൾ ആ കുറുകളെ കൊണ്ട് ഇദ്ദ തീരുമെന്നുള്ള അസുഖ പ്രകാരം നമ്മൾ പറയുന്നതെങ്കിൽ അപ്പോൾ നോക്കണം ഫൈൻ ഖാനിൽ ഹംലു ഇവളുടെ ഹംലാണെങ്കിൽ യുദ്ധത്തിൽ പത്തിൻ്റെ യുദ്ധക്കാണ് ഹംല്. അത് 10 ചെയ്തതിനെ തുടർന്നാണ് അവൾക്ക് ഗർഭം ഉണ്ടായത്, തലാക്കിലും ഉണ്ടായിരുന്നില്ല. അപ്പം മതത്തിൽ അക്റാവും അങ്ങനെ കുറുകൾ കഴിയുകയും ചെയ്തു, കബിൽ വലി പ്രസവിക്കുന്നതിന് മുമ്പ് കഴിയുകയും ചെയ്താൽ പക്കത് ഇൻകളത് യുദ്ധത്ത് തലാക്കി എന്നാൽ അവളെ തലാക്കിൻ്റെ യുദ്ധം തീർന്നു. ഇനി പിന്നെ മടക്കിയെടുക്കാൻ പറ്റാത്ത അതിന് വലീസിലി സൂചപ്പം ഭർത്താവിനൊക്കെ ഉണ്ടാവില്ല, അവരുടെ ജീവിതത്തോളം മടക്കിയെടുക്കാൻ പറ്റില്ല. ഭയതാരിക്ക അങ്ങനെ ഭയതാരിക്ക വലീസലി സൗജിയുടെ ഭർത്താവിനിക്കില്ല, അവരുടെ ജീവിതത്വം മടക്കിയെടുക്കാൻ പറ്റില്ല. ഭയതാരിക്ക അങ്ങനെ പ്രസവിച്ചതിന് ശേഷം പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല. ഇത് തീർന്നല്ല, ഇത് തീർന്നതിന് ശേഷം വൈകാൽ ഹംല് ഇതിപ്പം പറഞ്ഞത് ഹംല് വസ്തുവിൻ്റെ യുദ്ധക്കാണെങ്കിലാണ്. ഇനി അതല്ല ഈ ഹംല് ഈ യുദ്ധത്തിൽ തലാഖിൻ്റെ യുദ്ധക്കാണ് ഹംലെങ്കിലോ മതത്ത് അങ്ങനെ അക്രാവും കുറു കഴിയുകയും ചെയ്തു കബൽ വധി പ്രസവിക്കുന്നതിന് മുമ്പ് എന്നാൽ ഫതാക്കയുടെ കാര്യം ലാഹിർ തന്നെയാണ്. അവിടെ തീർന്നു എന്നുള്ളത്, ഇത് കഴിഞ്ഞു എന്നുള്ളത്. അവലും തമ്തി ഇനി അതിലെങ്കിൽ കുറു കഴിഞ്ഞില്ല, പിന്നെ ഫതാക്ക കാര്യം ലാഹിർ പറഞ്ഞാൽ പിന്നെ വധുവിൻ്റെ മുമ്പ് കുറു കഴിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ആ യുദ്ധ തീർന്ന് പിന്നെ വധുവോടി മറ്റേ യുദ്ധം തീർന്ന് അവളുടെ കാര്യം ലാഹിർ എന്നുള്ളത്. അവലും തമ്തി ഇനി പ്രസവിക്കുന്നതിന് മുമ്പ് കുറു കഴിഞ്ഞിരുന്നില്ല, 1 2 കുറവൊക്കെ ആയിട്ടുള്ളൂ, 3 ആയിട്ടില്ലെങ്കിൽ അക്മലത്ത് അവൾ പൂർത്തിയാക്കണം. മാ ബക്കി മിൻഹ ആ കുറുകൾ എത്രയാണോ ബാക്കിയുള്ളതെങ്കിൽ ആ ബാക്കിയുള്ള കൂടി പൂർത്തിയാക്കണം. എപ്പം പൂർത്തിയാക്കണം? വാതിൽ വധയി പ്രസവിച്ചതിന് ശേഷം പൂർത്തിയാക്കണം. വലഹൂർ റജയത്ത് ഭർത്താവിനൊക്കെ മടക്കിയെടുക്കാൻ പറ്റും അവളെ, ഇല്ല വധയി പ്രസവിക്കുന്നത് വരെ മടക്കിയെടുക്കാൻ പറ്റില്ല, അപ്പോഴല്ലേ ഇത് തീരുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത